ജ്യൂസ് ആൻഡ് നട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ടെൻഡർ കോക്കനട്ട് മൂസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് വേണ്ടത് ആദ്യം 1 കപ്പ് ടെൻഡർ കോക്കനട്ട്. നമ്മുടെ കരിക്ക് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താണ്, വെള്ളമൊന്നും ചേർക്കാതെ കരിക്കിന്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഫ്രീസറിൽ വെച്ചാണത്. ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്, അത് 1 കപ്പ് വിപ്പിംഗ് ക്രീം. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ ജലാറ്റിനാണ് എടുത്തിരിക്കുന്നത്. ജലാറ്റിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അഗർ യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ടീസ്പൂൺ അഗർ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാനുള്ള 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഇത് ഉണ്ണിയപ്പം ഒരു 4-5 ഉണ്ണിയപ്പം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. ഏകദേശം ഈ പരുവത്തിലൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് വേണ്ടത്. മിൽക്ക് മെയ്ഡ് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്ന് കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് കോക്കനട്ട് പൗഡർ. നമ്മുടെ തേങ്ങ ഉണക്കി അതൊന്ന് ജസ്റ്റ് പൊടിയാക്കി എടുത്താണ്. ആ കോക്കനട്ട് പൗഡറാണ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കരിക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾ എടുക്കുന്നത് ഡയറക്റ്റ് കരിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കരിക്ക് എടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ പഞ്ചസാര പൊടിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിത് ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബ്ലെൻഡർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് വിപ്പ് ചെയ്ത് ഒരു ഫോം ടെക്സ്ചറിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ജലാറ്റിനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ജലാറ്റിൻ ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഈ ജലാറ്റിനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ജലാറ്റിനാണിത്. ഇത് നമുക്കിനി ഒന്ന് ചൂടാക്കി ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഡിസോൾവ് ആവുന്നത്. തീ കൂട്ടി ഇത് കരിച്ച് കളയണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയത് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഡിസോൾവ് ആവുന്നവരെ ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ കരിക്ക് മിക്സിയിലിട്ട് 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് നമുക്കിനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രൂപത്തിലൊന്ന് ബ്ലെൻഡ് ആവുന്നവരിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ചൂടാക്കി കൊടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ജലാറ്റിൻ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലതായിട്ട് ഒരുപോലെ ഒന്ന് മിക്സ് ആവുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ അവിടെ ഇതുപോലത്തെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേയിലേക്ക് ജസ്റ്റ് ഓയിലൊന്നും മോൾഡിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ട്രേയിലേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മിക്സർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ട്രേയിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു 4 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം നമുക്ക്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാതെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 3-4 ടേബിൾ സ്പൂൺ നമ്മുടെ ഷുഗർ അനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പമുള്ള ഉരുളകളാക്കി നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഓരോന്നും ഇതുപോലെ ചെറിയ ചെറുനാരങ്ങ ഉരുളകളാക്കി മാറ്റി നമ്മുടെ ഈ കോക്കനട്ടിൽ നമുക്കൊന്ന് മുക്കിയെടുത്താൽ മതി. ജസ്റ്റ് മുക്കിയൊന്ന് അപ്പോൾ ട്രഫിലൊക്കെ പോലെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി നമുക്കിനി. അപ്പം നമ്മൾ ഉണ്ണിയപ്പം മിൽക്ക് മെയ്ഡായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഓരോന്ന് ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ പൊടിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കാം. അപ്പം നമ്മളുടെ കോക്കനട്ട് മൂസ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്ലേറ്റ് ചെയ്യേണ്ട പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ കുടുംബക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ മറ്റൊരു വിഭവമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.